നമുക്കറിയുന്ന ഒരാൾ വന്ന് നമ്മുടെ സ്വർണം ഒന്ന് പണയം വെക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? നിരസിക്കാനോ നിഷേധിക്കാനോ കഴിയില്ല, കാരണം അത്രയും അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. അവരോട് സ്നേഹത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ശേഷം സാമ്പത്തികമായി എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. ഒരു കാരണവശാലും പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കരുത്. വെച്ചാൽ നിങ്ങൾ പലിശയുമായുള്ള അഭേദ്യമായ ബന്ധം തുടങ്ങുകയാണ്. നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമ്പത്തിലെ ബർക്കത്ത്, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ബർക്കത്ത് മുഴുവനും താറുമാറാകും. നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടിക്കൊണ്ടേ പോവുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ലോണൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെയൊക്കെ എന്ത് ചോദിച്ചാൽ മതി. ഭർത്താക്കന്മാർക്ക് വേണ്ടി ലോൺ എടുത്ത് കൊടുത്ത സ്ത്രീകൾ എന്നെങ്കിലും ഇതിൽ നിന്നൊരു മോചനം അവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു ലോൺ അടച്ച് പകുതിയാകുമ്പോഴത്തേക്കും അടുത്ത ലോൺ അവരുടെ തലയിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെടും. ഓരോ 1-ാം തീയതി എത്തുന്നതിന് മുമ്പ് ഇവര് തിന്നുന്ന തീയുടെ കണക്ക് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് റിളാബിൽ മൗജൂദ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഹറാമായ പലിശയിലേക്ക് എടുത്തു ചാടാതിരിക്കുക. സ്വർണം ചോദിച്ചാൽ സ്നേഹത്തെ ഞങ്ങൾ ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല. വേണമെങ്കിൽ പൈസ എന്തെങ്കിലും തന്ന് സഹായിക്കാം എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു കാരണവശാലും സ്വർണം കൊടുക്കരുത്. അതിനപ്പുറത്തും മറ്റൊരു വശം കൂടിയുണ്ട്. സ്വർണത്തിന്റെ വില നമുക്കറിയാം. തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസരം വന്നു കഴിഞ്ഞാൽ അതൊരു പിണക്കത്തിലേക്കൊക്കെ പോകും. അതൊക്കെ വലിയ വഴക്കിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹബന്ധം നിലനിൽക്കാൻ, കുടുംബജീവിതത്തിന്റെ സമാധാനം നിലനിൽക്കാൻ, നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നമ്മുടെ ശരീരത്തിൽ ദായകമാകാൻ നമ്മൾ ചെയ്യേണ്ടത് ഹറാമ് നമ്മുടെ ഉള്ളിലേക്ക് പോകരുത്. ഹറാമുമായി നമ്മൾ ബന്ധപ്പെടരുത്. അതുകൊണ്ട് ഇതിന്റെ അപകടം ഒന്ന് ഗൗരവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഷേക്സ്പിയറിന്റെ മർച്ചന്റ് ഓഫ് വെനീസ് ഒന്ന് വായിച്ചാൽ മതി. അത് മതഗ്രന്ഥമൊന്നുമല്ല, ഒരു ഫിലോസഫർ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ പോലും പലിശയുടെ അപകടത്തെക്കുറിച്ച് കൃത്യമായി അതിന്റെ ഇതിവൃത്തം പറയുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും.